നല്ല ഹാൻഡിലിംഗ് കിടല്ലോ വെള്ളത്തിൽ പോരുത് പ്ലീസ്. എന്താ ബോൾ മാറിക്കടാ എന്റെ പേര് മോന്തേ തലമുടി. നമുക്ക് അന്നേരമാണ് എലി വിളിച്ച് അണ്ണാ സജിയാണ് 2-3 ദിവസമായിട്ട് അണ്ണനെ വിളിക്കുന്നുണ്ടോ ഒന്ന് കാണണം വിചാരിച്ചിട്ട്. പറഞ്ഞു സജി. ഒന്ന് വരുവാണ് എന്റെ കൂടെ ഒന്ന് വരും. 1 മിനിറ്റ് അണ്ണാ. വരാം. ഇതെന്താ അണ്ണാ ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വന്നതാണ്. ഇതെന്താ സാധനം? ചാത്തനോ? അതെ പുറത്തുള്ള കീപ് ഡിസ്റ്റൻസ്. ഇത് കൊള്ളാലോ, ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ ഞാൻ. ബ്രോ പ്ലീസ് അണ്ണാ ഓടി. അണ്ണനെ കാണിക്കാനാണ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. ഇതിന്റെ പിന്നിലൊരു ചരിത്രം ഉണ്ടോ അണ്ണടുത്ത് പറയാൻ 2 മിനിറ്റ്. ഇത് സിംഗിൾ സീറ്റർ അല്ലേ? സിംഗിൾ സീറ്റർ ആണ്. ഞാൻ ഇപ്പൊ വരാവേ. നല്ല ഹാൻഡിലിംഗ് കിടല്ലോ. ഞാൻ ഫുൾ സ്പീഡ് വളച്ചു നോക്കട്ടെ. വെള്ളത്തിൽ പോരുത് പ്ലീസ്. അവനോട് ഞാൻ എന്ത് പറയും? അതെ എല്ലാ പേജ് ഡ്രോപ്പ് ചെയ്യണമല്ലോ. അത് ഇപ്പൊ യെല്ലോ പേജില് മിസ്റ്റർ ഇടാൻ പറഞ്ഞു നമ്പർ. ഓക്കെ സെക്കൻഡ് എടുത്ത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല ഞാൻ ഇപ്പൊ അറിയാതെ വന്നത്. ഇവളെ ഓടിച്ചത് നിങ്ങൾ അറിയാതെ പറഞ്ഞു വേണം അങ്ങോട്ട്. നാച്ചുറൽ. ഞാൻ വിളിക്കാം, ഞാൻ എടുക്കാം. പിക്ക് ചെയ്തേ. ഞാൻ അവനോട് എന്ത് പറയൂടാ? അല്ല അത് അവനോടല്ല, ഒരു പയ്യൻ എന്റെ അവൻ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ഓടിക്കാൻ വന്നതാ. ഞാനത് സുമതിവളയിലെ വെള്ളത്തിൽ കൊണ്ട് പൊക്കി. കണ്ണ് കണ്ടൂടാ കേട്ടാ. ഹലോ ഇല്ല ഈ വണ്ടി ഇവിടെ എടുക്കാൻ പറ്റില്ല. ഞാൻ അവനോട് എന്ത് പറയും? ന്യൂ ലീഡർ കണ്ണാപ്പി. ഇപ്പൊ എന്താണ് പ്രതിഷ്ഠ പോലെ റോഡിൽ നിൽക്കണേ? ഹലോ അയ്യോ എന്നാ ഞാനൊരു വീഡിയോ അയച്ചു. നമ്പർ തരുമോ? എന്റെ നമ്പർ നിനക്ക് അറിഞ്ഞൂടല്ലേ? അല്ല നമ്പർ മെസ്സേജ് അയക്കേ. 3333. കാര്യങ്ങളൊന്നും പറഞ്ഞു ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. ഒന്ന് വരും, ഒന്ന് സംസാരിക്കണ്ടോ? ഒന്ന് വരും. ആയിക്കോട്ടെ. വണ്ടി നൈസ്. ഹാൻഡ്ലിംഗ് ഒക്കെ ആരാ ചെയ്തത്? 70 അല്ലേ? കിടില നൈസ്. നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല സ്പീഡ് ഉണ്ട്, നന്നായിട്ട് ബാലൻസ്. നമ്മൾ ഈ കോർണേഴ്സ് ഒക്കെ ശരിക്കും നല്ല രീതിയിൽ വളച്ചു. സാധാരണ നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് വളച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കറക്റ്റ് നമുക്ക് എത്ര സ്പീഡിൽ വേണേലും വളയ്ക്കാം. പക്ഷെ വണ്ടി വെള്ളത്തിൽ പോയി. എനിക്ക് തോന്നുന്നു
എനിക്കപ്പോഴേ തോന്നി. കുഴപ്പമില്ല അണ്ണ. അണ്ണാ പിന്നെ അണ്ണാ ഇത് സംഭവം എന്താ അറിയാം, മെയിൻലി അണ്ണ വണ്ടി ഇറക്കിയത് തന്നെ ഒന്ന് അണ്ണനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണ, സത്യം പറയാൻ. അത് കിടിലം വണ്ടിയാട്ടോ, നല്ല രസമാണ്. കാരണം പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് സാധാരണ എടുക്കണത് എന്തിനാണ്, നമുക്ക് വെയിലും മഴയോ ഒന്നും കൊള്ളാതെ രണ്ടുപേർക്കും മൾട്ടിപ്പിൾ ആൾക്കാർക്ക് സഞ്ചരിക്കാനല്ലേ. പക്ഷെ ഇത് ഒരാൾക്ക് മാത്രം, അത് തല വെളിയില്. കാരണം ഉണ്ടണ്ണ, കാരണം ഉണ്ടണ്ണ. അണ്ണ അന്നൊരു ദിവസേ ഈ സൂര്യവ്യസനെ കൊണ്ട് ഒരു കൊച്ചിനെ ലൈൻ അടിപ്പിക്കാനായിട്ട് അണ്ണന്റെ പഴയ എക്സ് കടൽക്കരയിൽ നിൽക്കായിരുന്നു. അങ്ങനെ പറയരുത് പ്ലീസ്, എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്താണ്. മിസ് എലി. അപ്പൊ പുള്ളിക്കാരി ഞാൻ അവിടെ ചെന്ന് നിന്ന് പാവ സൂര്യബോസൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവനെ കുറെ അടി കൊടുക്കുന്നതാണ്. എന്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി വന്നിട്ട് എന്നെ കുത്തിക്കൊന്നെണ്ണ. അന്നുമല്ല എനിക്ക് പെണ്ണുങ്ങളെ വിശ്വാസമില്ലണ്ണ. അന്ന് പോലെ സിഗ്മ ആയിപ്പോയണ്ണ, ഒരൊറ്റ പെണ്ണുങ്ങൾ. അതുകൊണ്ടാണ് ഒറ്റ സീറ്റ് വെച്ചത്. പെണ്ണുങ്ങളെ നേരം ആണുങ്ങളെ കിട്ടത്തില്ല വണ്ടിയിൽ. പിന്നെ അതുകൊണ്ട് അതിന്റെ സിംബോളിക്കായിട്ടാണ് വണ്ടി ഇറക്കിയത്. ഞാനും ആ റിലേഷൻഷിപ്പിന് ശേഷം സിഗ്മയാണ് ഞാനിപ്പോ. അണ്ണ അതല്ലേ അണ്ണ അണ്ണനെ, അതുകൊണ്ടാണ് എനിക്ക് അറിയാം, എനിക്ക് ചരിത്രങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് അണ്ണനെ കാണിക്കാനായിട്ടാണ്. ഒന്നും നോക്കിയില്ല, കാശ് വണ്ടി കൊള്ളാം. പക്ഷെ ഉണ്ടല്ലോ ആ വണ്ടിയുടെ തലയ്ക്ക് മുകളിൽ പ്രാക്കുണ്ട്. അത് ഇനി എന്റെ തലയ്ക്കാണോ വണ്ടിക്കകത്താണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വെള്ളത്തിൽ പോയില്ലേ? അതെ അണ്ണ, എന്തായാലും കുഴപ്പമില്ല. സംഭവം അണ്ണ ഓടിച്ചില്ല, എനിക്ക് അത് മതി. ഓ അത് സെറ്റ്. ഒരു സെക്കൻഡ് ബ്രോ, ഞാൻ ഈ എല്ലാ പേജിലൊന്നു Mr. X call me on 333 Control C Control V post. പ്രൈസ് എത്ര? ഈ പ്രൈസിന്റെ ഇവിടെ എന്താ കൊടുക്കണ്ടേ ഈ എല്ലാ പേജില്? ഒന്നോ രണ്ടെന്നോ ക്യാഷ് എത്ര അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാണ് ഒന്നിട്ടാ മതി. എന്നാ ശരിയാണ്, നടക്കട്ടെ. എന്തായാലും കണ്ടതിലെ സന്തോഷം. വണ്ടി ഞാൻ ആ കടലിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിക്കവറി ഇപ്പൊ എത്തും. ആയിക്കോട്ടെ. ഞാൻ നടന്നു വെക്കോളാം. ജുഗുറാണോ നീയാണോ മെസ്സേജ്? മോബിയാണോ മെസ്സേജ്? എനിക്ക് ഹലോ ചെക്ക. കണ്ടാ കേക്കുന്നില്ല. ഇത് ആരെടുത്തതാ? ഇത് ഞാൻ എടുത്ത എയർപോർട്ട് കൂട്ടാൻ വരുമോ? നീ ഇത് എന്തിനാ എടുത്ത് വെച്ചേക്കുന്നത്? ഇല്ല ചുമ്മാ എടുത്ത് വെച്ചതാ. എന്താണ് ആ ഫോട്ടോ? ഇല്ല ഫോട്ടോയിലടാ, ഇത് നമ്മുടെ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ടെ സാധനങ്ങൾ ഇറക്കുന്നത് ഗ്യാങ് ഹൗസിലോട്ട്. അണ്ണ അധ്വാനിക്കുന്ന ഫോട്ടോ. അധ്വാനിക്കുന്ന ഫോട്ടോയോ? हेलो भाईजान। भाईजानो? हेलो भाईजान, ये गैंग हाउस का लीडर कौन है? मैं ये आपका नाम क्या है? मेरा नाम वरिंदु वासु। थोड़ा बात करने के लिए मुश्किल नहीं है ना? थोड़ा नीचे आएगा? आएगा थोड़ा नीचे आएगा। ഇവരെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും? എന്തിയോ ദൈവമേ, ഇത് സ്ഥലം മാറിയിട്ടോ, ബംഗാളി എത്തിന്നോള്. അവനെ തിരക്കിയാണെന്ന് തോന്നുന്നു. ബാബുവിനെ തിരക്കിയെന്ന് തോന്നാണത്. പണിക്ക് വിളിക്കാൻ തോന്നട്ടെ. बोल असल में 3 दिन से आपको मिलने के लिए मैं थोड़ा कोशिश कर रहा हूँ। मैं सुबह से आ रहा है बट നമ്പർ യെസ് ടെൽ മീ. അണ്ണാ മിസ്റ്റർ എക്സിന് അർജന്റായിട്ട് നമ്പർ ഡ്രോപ്പ് ചെയ്യണം. ഇല്ല പ്രശ്നം ഉണ്ടാക്കണം. भाईजान बोल भाई भाईजान 3 दिन से आपको मिलने के लिए मैं मैक्सिमम ट्राई कर रहा हूँ. 3 ദിവസമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ओके मैं थोड़ा ओसी टॉक कर सकते हैं आपके साथ? അഡ്മിൻ പറഞ്ഞു ജാവോ. ज्यादा नहीं है, दो तीन बात करके हमें जाएगा. बोल ठीक है, थोड़ा पर्सनली थोड़ा बात करना चाहिए. पर्सनली हम ഒരു സെക്കൻഡ്. കോൾ വന്നായിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ടായിരുന്നു.
ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. जाते നിനക്ക് മലയാളം അറിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ഹലോ കള്ളൻ. ഓരോ കള്ളന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് അവൻ എവിടുത്തെ ചാറ്റ് ജിപി. ഹലോ ഹലോ ഷാഡോസ് എന്നായിരുന്നു. ആരാണ്? ഹലോ ഷാഡോസ് എന്നായിരുന്നു. ആ ഓക്കെ ഓക്കെ പറഞ്ഞു 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 പറഞ്ഞു. നമുക്കൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇത് ഏത് Free ആണോ മീറ്റിംഗ്? ഇപ്പൊ? ഇന്നലെ ഡാമിന്റെ അവിടെ വിളിച്ച മീറ്റിംഗ് ആണോ? അതെ 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 അതെ. ഓക്കെ ഞാൻ അവിടെ തന്നെ വരട്ടെ. സെയിം ലൊക്കേഷൻ ലൊക്കേഷൻ 1002. 1002. പക്ഷെ ഡാമിന്റെ അവിടെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. നമ്മള് ഫോട്ടോ എടുക്കാനുള്ള വാസം. 1002 ഓക്കെ. അണ്ണാ സൂസൻ ഫേക്ക് സൂസൻ വന്നണ്ണ ഇവിടെ മാറിക്കടാ എന്റെ പേര് മോന്തേ തലമുടി. നിൽക്കുന്നു റൈറ്റിൽ റൈറ്റ് ഇവിടെ ഹലോ സൂസാ അല്ല ചിഞ്ചു ചിഞ്ചു സൂസാ ഇത് ചിഞ്ചുറാണി ചിഞ്ചുറാണി അണ്ണാ ചിഞ്ചുറാണി ഹായ് സൂസാ ഞാൻ സുഖല്ലേ? പേരാ കൊച്ചിന്. അണ്ണാ ഇത് ചിഞ്ചു ആണ് പറയാ അതെ 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 എന്റെ മനസ്സിൽ സൂസനായിട്ട് പതിഞ്ഞു പോയി. അത് അണ്ണാ അത് വേറെ ആള് ഡിഫറെന്റ് പേഴ്സൺ വേറെ ആണ്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഈ ഹിന്ദിക്കാരാണ് ഡീൽ ചെയ്തിട്ട്. ആ, ബൈ ബോൾ. നീ മലയാളത്തിൽ പറയാനല്ലേ പറ പറ. ഓസിയാണ് ആ പറഞ്ഞോ പറഞ്ഞോ. അണ്ണാ വലിയ ഫാനാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. 5 വർഷമായിട്ട് കാണുന്നതാണ്. താങ്ക് യു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടോട്ടൊന്ന് വരാൻ സാധിച്ചത്, അങ്ങനെ കാണാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലവ് യു ഉണ്ടാ. ചിഞ്ചുറാണി വന്നാ ഞാൻ താഴെ ഇരുന്ന് ഡിസ്കോഡിൽ കട്ട് ചെയ്തതാ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട്. പേരെന്താണ്? എന്നാ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ആ മറ്റേ ആ അണ്ണാ എന്റെ ഒരു പീറ്റർ പാർക്കർ. എന്തോ പീറ്റർ പാർക്കർ. ഓക്കെ അണ്ണാ ഓക്കെ. നമ്പർ തരുമോ? നമ്പർ 3333. ഓ ഞാൻ ഉച്ചക്ക് വന്നിരുന്നാണ്, അപ്പൊ നന്നായി ബിസി ആയിരുന്നു. ആണല്ലേ? ഞാൻ സിറ്റുവേഷനിലെ അതാ ഞാൻ പിന്നെ വരാത്തതേ. സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത്. എന്തായാലും കട്ടായ സന്തോഷം. എനിക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പോവാൻ സമയം. ഞാൻ പോയിട്ട് കണ്ണനറിയാം. കണ്ണാപ്പിയ എനിക്കറിയാം. ആര് വിളിക്കും? ഹലോ ഹലോ കണ്ണപ്പേ ഞാൻ പോണേ. ഹലോ അണ്ണാ ഞാൻ പോണേ. ആ പോട്ടെ. ആ ചിലവന്മാര് എടുത്താൽ മിണ്ടൂല, ചിലവന്മാര് മിണ്ടിയെ എടുക്കൂല, ചിലവന്മാര് വിളിച്ചാ കോള് കിട്ടൂല. എന്തൊക്കെ അസുഖങ്ങളുള്ള ഇത് മൈക്കില്ലാത്തവനോ എന്താ? എന്തൊക്കെ തരം ആൾക്കാരല്ലേ സിറ്റിയില്. വെള്ളം കുടിക്കട്ടെ. അത് പറഞ്ഞപ്പോ റിയൽ ലൈഫിൽ വെള്ളം കുടിച്ചില്ലല്ലോ. വെള്ളമൊക്കെ കുടിക്കട്ടാ. മൂത്രത്തിൽ കല്ലും മാർബിളും ഗ്രാനൈറ്റും ഒക്കെ വരും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. വല്ല ക്രഷറിയിലും കൊണ്ടുപോയി പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഹലോ Hello, am I speaking to Mr. Parunduvasu? യെസ് ഐ ആം Parindu Vasu. Who is this? Oh, great. My name is Adam John. I've heard a lot about you in the city, and you are running your family, right? Yeah, I'm running a family called TVA. Who is this? Oh, great. Myself, Adam John. Adam John. Okay. Yeah, I've heard a lot about you and your family, and you're running a lot of business. You Yeah. got a lot of petrol stations, Yeah. gold, guns, Yeah. black, white, everything. Wonderful, huh? Yeah. Thank you so much. Thank you so much. Yeah, I would like to ask you a question. Yeah, sure. Is there a job vacancy in any of your business? Currently, we are running out of slots and all, bro. We don't have any business of like vacancies and all. We already have. There's so many workers, so many people around me. So there is no. There is no. Yeah. Yeah.
Okay. I understand. If you don't have space in your company, please feel free to call me. Okay. Yeah, sure. My phone is always open for you. Yeah, what's your qualification actually? MBA graduate from Wellington University, and also I have like four years of internship Okay. in a Internship private which company? in a private company actually. What's the name of the private company? It is like Kochappan and place near my home. Okay. Yeah, Yeah, nice, near my nice. home. Nice. Yeah, because there was no job opportunity during the COVID time, so I have to search for some local jobs. Yeah. So so these are the job. Understood. I'll note the yeah, number thank and you, I'll call you if any opportunities came in. Thank you so much. Yeah, Thank you so much. sure, Wonderful talking to you, Mr. Yeah, Arnold. yeah, same there, brother. Thank you so much for calling. Okay. Bye. Okay, bye. നമുക്കറിയാത്ത ഭാഷയുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇതിലെല്ലാം ജ്ഞാനമുള്ള ഒരു ആളല്ലേ നമ്മൾ വെറുതെ അല്ലല്ലോ. ഹലോ ടി വി സൂപ്പർമാൻ, വന്നിട്ട് ഇവിടെ ഒന്ന് വരുമോ? വന്നിട്ടോ ഇത് ആറ് രീതിയിൽ ഇടം ടൈഗയല്ലേ അത്? പിന്നെ ടൈഗ അണ്ണാ എന്താടാ കേട്ടില്ല, എന്താ പറഞ്ഞേ? നമ്പർ മാറി ആ കണ്ണാടിയല്ലേ. ഹലോ എവിടെയാ? ഞാനൊരു പാട്ട് മത്സരത്തിന് പോന്നു. എവിടെ? സിറ്റിയില് പാട്ട് മത്സരം നടത്തുന്നുണ്ട്, കോമ്പറ്റീഷൻ. അപ്പൊ ഞാൻ പോയിന്ന് പാടിയിട്ട് കപ്പിങ് എടുത്തോണ്ട് വരാൻ വിചാരിച്ചു. നമ്മളൊക്കെ ഉള്ളപ്പോ വേറെ ആൾക്കാര്. അപ്പൊ ഞാൻ വരണ്ടല്ലേ? ഞാൻ വന്നാ എന്തായാലും അത് റവയ്ക്കൊക്കെ കിട്ടൂലല്ലോ. ശരി, അണ്ണം വന്നു കഴിഞ്ഞാൽ സിറ്റിയിൽ ആർക്കും കിട്ടത്തില്ല, ആണെന്ന് അറിയാം. വേറൊരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ തല്ലിക്കൊന്നു കളഞ്ഞ്. പാട്ടുകാരെന്ന് പറഞ്ഞ് ഗിത്താറും തൂക്കി ഇവിടെ ചുമ്മാ ബാലാച്ചെല്ലാം നടക്കും. അവനെ ഞാൻ തല്ലിക്കൊന്നു. ഇങ്ങനെ അണ്ണ വന്ന് പാടിട്ടോന്ന്? ഇല്ല, ഞങ്ങൾക്ക് ഒരു അർജന്റ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനിവിടെ സ്ഥിരം നമ്മുടെ ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ കുറച്ച് ബിസിയാണ് അതിന്റെ കാര്യത്തില്. അണ്ണനെ ഒരു സെൽഫി അയച്ചായിരുന്നു, കൊള്ളായിരുന്നു. ഞാൻ നോക്കിയില്ല, ഞാൻ നോക്കിയിട്ട് വിളിക്കാവേ. ആ ഓക്കെ ശരി. ഓക്കെ റബു. എടാ എസ്ആർക്ക് നീ എന്നോട് എന്തെങ്കിലും പറയാൻ വന്നായിരുന്നോ? വന്നായിരുന്നണ്ണാ. എന്താ പറ്റി, എന്താ പറ? അണ്ണന്റെ നമ്പര് ചോദിച്ചു. ഇല്ല, 3333. അല്ല ദർശനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതൊക്കെ പറഞ്ഞ വിളിച്ചായിരുന്നു. എടാ ഈ റേഡിയോ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാവോ? ഗ്യാങ്ങിനെ പറ്റിയുള്ള കോൾസും ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് റേഡിയോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം, അല്ലാതെ റേഡിയോ കൂടെ അല്ല പറയണ്ട. ഇവിടെ ഏതൊക്കെ മെമ്പേഴ്സ് ഇരിക്കണതാ, ഇവരൊക്കെ വിചാരിക്കൂലേ ഞാൻ ഓരോരുത്തരുടെ ഒലിപ്പിക്കാനായിരിക്കും വിളിക്കുന്നതെന്ന്. ഹലോ 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 ദർശു. ഓ, അപ്പൊ നമ്മളൊക്കെ മറന്ന്. അയ്യോ മറന്നല്ല, ദർശുവിന്റെ ഫോൺ പോയില്ലേ? ഫോൺ പോയപ്പോ നമ്പർ മാറിയില്ലേ? എന്റെ നമ്പർ പഴയത് തന്നെയല്ലേ, അപ്പൊ എന്നെ ഒന്ന് വിളിച്ചൂടെ? അതല്ലേ ഞാൻ വിളിച്ചത്, ഞാൻ 2 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിവിടെ ഇവന്മാരത്തെല്ലാം പറയുമായിരുന്നു ദർശനയുടെ നമ്പർ കിട്ടുവാണെങ്കിൽ ഒന്ന് തരണേന്ന്. 2 ദിവസമായിട്ട് ടി വിയിലുള്ള മൊത്തം അമ്മമാരോടും പറഞ്ഞു ദർശനയുടെ നമ്പർ കിട്ടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നു. ഒരുത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒന്നുമില്ല. എല്ലാത്തിനോട് ഞാൻ ഇപ്പൊ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അന്നാലാണ് ദർശനം എന്നെ വിളിക്കണേ. എന്റെ നമ്പർ എല്ലാവരുടെയും കയ്യിലും ഉണ്ടല്ലോ. ഇവന്മാരൊന്നും തന്നില്ല എന്റെ അടുത്ത്, അറിഞ്ഞോട് ചെയ്തായിരിക്കും ചിലപ്പോ. ഒന്നില്ലേലും ലോലിന്റെ കാണൂലോ, ലോലൻ ബ്രദറല്ലേ, അപ്പൊ അവന്റെ കാണൂലോ. ലോലിനൊന്നും കയ്യിലില്ലെന്നാ പറഞ്ഞത് നമ്പർ. ഞാനോർത്ത് വാസണ്ണൻ എന്നെ മറന്നു. അങ്ങനെ മറക്കാൻ പറ്റൂ ദർശന? എനിക്ക് പിന്നെ ഈ സിറ്റി വരുമ്പോ തന്നെ കൊറേ പേര് കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാസണ്ണന് പെണ്ണ് സെറ്റായി, വാസണ്ണൻ കമ്മിറ്റഡ് ആയി, തിങ്കളായിട്ട് പഴയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ആരാ ദർശന, ആരായ സെറ്റായെന്നൊന്ന് പറ. അതെനിക്കറിയില്ല.
ആരാന്നൊന്ന് പറ, എനിക്കതൊന്ന് അറിയണം. അപ്പൊ തന്നെ ഇതാണ് ഞാൻ കേൾക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഫേക്ക് അലിഗേഷൻസ് അല്ലേ എന്നെ പറ്റി? പിന്നെ പറഞ്ഞു എലിയുടെ സ്കൂളിൽ പോയി, പിന്നെ ചന്ദ്രന്റെ കല്യാണ നിശ്ചയോ പെണ്ണുകാണല്ലോ അങ്ങനെ എന്തോ പരിപാടിക്ക് എലി ഉണ്ടായിരുന്നു. പെണ്ണ് കാണലായിരുന്നു, പക്ഷെ അത് നടന്നില്ല. കുടുംബം മറ്റേ നമ്മളറിഞ്ഞോ ഇതുപോലെ കച്ചറ കുടുംബമാണെന്ന്. അവിടെ ചെന്ന് നമ്മൾ നാണം കെട്ടില്ലേ, അതെല്ലാം ഒഴിവാക്കി കളഞ്ഞു നമ്മള്. ഞാൻ ഓർത്തു എലിയായിട്ട് വീണ്ടും പച്ചപ്പായെന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ ഓർക്കുന്നേ? അതാ എന്റെ ചോദ്യം, എന്തിനു ഓർക്കുന്നേ? അണ്ണ തിരക്കാണോ? ഞാന് ഒരു ബിസിനസ് മീറ്റിന് പോകാൻ ഇറങ്ങി നിൽക്കുമായിരുന്നു, അന്നേരമാണ് എലി വിളിച്ചത്. ആ പേരെടുത്തെടുത്ത് ഇടല്ലേ പ്ലീസ് ദർശന, പ്ലീസ് ദർശന. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് പറയരുതെന്ന്. എനിക്കാണെങ്കിൽ അത് കേൾക്കണത് കലിപ്പാ. ആ പേര് പറയല്ലേ. ഹലോ ദർശന. എന്നാലും അണ്ണന് ഏറ്റവും വെറുപ്പുള്ള പേര് എന്നെ വിളിച്ചല്ലോ. വിഷമൊന്നുമില്ല. ഇത് അടുത്ത സീരിയലാണ് കേട്ടോ ദർശന. അങ്ങനെയല്ല ദർശന, എലിയെ പറ്റി ദർശന ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാനത് അങ്ങനെ എടുത്തു പോയതല്ല, അങ്ങനെ പറഞ്ഞു പോയതാ പെട്ടെന്ന്. സാരില്ല. ഓക്കെ കൂളായിട്ടിരിക്കും, ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് വിളിക്കാം. അണ്ണ എനിക്കൊന്ന് അണ്ണനെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ഓ ഞാൻ വന്ന് കാണാം, ഉറപ്പായിട്ടും. ഓക്കെ. കുട്ടികൾക്കൊന്നും ഞാൻ ഇല്ലാതെ പറ്റില്ല. വാ സൂപ്പർ.